അപ്പോൾ യു ബി മൈനസ് യു എ ബൈ ക്യു സീറോ ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യു ബി ബൈ ക്യു സീറോ അല്ല യു ബി മൈനസ് യു എ ബൈ ക്യു സീറോ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി നെഗറ്റീവ് ഓഫ് ദി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റും. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറഞ്ഞു യു ബി മൈനസ് യു എ ബൈ ക്യു സീറോ എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ ഇതിനെനിക്ക് യു ബി ബൈ ക്യു സീറോ മൈനസ് യു എ ബൈ ക്യു സീറോ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ യു ബി ബൈ ക്യു സീറോ എന്തായിരിക്കും? രണ്ട് പോയിന്റ് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഇത് മീൻ ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ആയിരിക്കത്തില്ലേ, ഇത് മറ്റേ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആയിരിക്കത്തില്ലേ. രണ്ട് പോയിന്റുകളുടെ പൊട്ടൻഷ്യലിന്റെ വ്യത്യാസമാണല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് വി ബി മൈനസ് വി എ എന്ന് എഴുതി കൂടെ. അപ്പോൾ വി മീൻസ് പൊട്ടൻഷ്യൽ ബി അറ്റ് പോയിന്റ് ബി. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വി ബി ഈക്വൽ ടു യു ബി ബൈ ക്യു സീറോ അല്ലേ. എന്ന് വെച്ചാൽ യു ബി മീൻസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ പോയിന്റ് ബി ആണ്, ക്യു സീറോ യൂണിറ്റ് ചാർജ് ടെസ്റ്റ് ചാർജ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ആണല്ലോ. ഇനി നമ്മൾ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാൻ പോകണം. ഒരു പോയിന്റ് നിങ്ങൾ എടുത്തേക്കുന്ന രണ്ട് പോയിന്റ് എ ബി പോയിന്റ് ആണല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇഫ് വൺ പോയിന്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ആണെങ്കിൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ സീറോ ആക്കിയാൽ പരിഗണിക്കാറുള്ളത്. ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ സീറോ ആണ്. അപ്പോൾ ഇഫ് എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ വി ഓഫ് എ എത്രയായിരിക്കും? സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി ബി എങ്ങനെ എഴുതാം? വി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ബി is equal to മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി. എ മീൻസ് ഇൻഫിനിറ്റി അല്ലേ, ഇൻഫിനിറ്റി ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് എഴുതാം. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ബി ഇ ഡോട്ട് ഡി എൽ. നമ്മൾ നേരത്തെ ലൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തു, വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അതല്ലായിരുന്നോ ലൈൻ ഇൻ്റഗ്രൽ? അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഓഫ് ദി ലൈൻ ഇൻ്റഗ്രൽ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ചാർജിനെ, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഇരിക്കുന്ന യൂണിറ്റ് ചാർജിനെ ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. That is potential is equal to potential at any point is equal to work divided by charge എന്ന് എഴുതാൻ പറ്റും. The work done in bringing a unit charge by an external agency against the direction of electric field. അതാണ് യൂണിറ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട്. ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ഇരിക്കുന്ന
യൂണിറ്റ് ചാർജിനെ ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. അപ്പോൾ പൊട്ടൻഷ്യൽ യൂണിറ്റ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട്സ് എ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു വർക്കിന്റെ യൂണിറ്റ് ജൂൾ അല്ലേ, ജൂൾ പെർ കൂളോംബ് അല്ലേ, ജൂൾ പെർ കൂളോംബ് ആണ്. ആ ജൂൾ പെർ കൂളോംബിനെ വിളിക്കുന്ന പേരാണ് വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? ഇൻഫിനിറ്റി മുതൽ എക്സ് വരെയോ ഇൻഫിനിറ്റി മുതൽ ആർ വരെയാണെങ്കിൽ പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. ഡി എല്ലിന് പകരം ഡി ആർ അല്ലെങ്കിൽ ഡി എക്സ്, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു എക്സ് ഇ ഡോട്ട് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ പൊട്ടൻഷ്യൽ ഇസ് ഡിഫൈൻഡ് ആസ് എന്താണ്? പൊട്ടൻഷ്യൽ ഇസ് ഡിഫൈൻഡ് ആസ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഇരിക്കുന്ന ഒരു യൂണിറ്റ് ചാർജിനെ ആ പർട്ടിക്കുലർ പോയിന്റ് കൊണ്ടെത്തിക്കാൻ വേണ്ടി വരുന്ന വർക്കാണ് ഏതെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ. ഓർ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഓഫ് ദി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ആണ് ആര്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻഫിനിറ്റി ടു എക്സ് ഇ ഡോട്ട് ഡി എക്സ്. നമ്മൾ ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ വലിയ ഡിസ്റ്റൻസ് ഒന്നും അല്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 10⁻⁻10 മീറ്റർ എന്ന് പറയുന്നത് എന്താക്കി എടുക്കാൻ പറ്റുന്നുണ്ട്? ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ വാല്യൂ വളരെ ചെറുതല്ലേ. നമ്മൾ സാധാരണ പിന്നെ 1,00,000 കിലോമീറ്ററും 2,00,000 കിലോമീറ്ററൊക്കെയാണ് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാറുള്ളത്. അത് ചില കേസുകളിൽ. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലുള്ള ഈ കേസുകളിൽ വളരെ ചെറിയ ഡിസ്റ്റൻസും എന്താക്കി എടുക്കാറുണ്ട്? ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി എന്നുള്ള മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ മീനിങ് അല്ല, വളരെ അകലെ എന്നുള്ളതല്ല, ഒരു പർട്ടിക്കുലർ ലെങ്ത് അത്രേ മീൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പൊട്ടൻഷ്യൽ രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ആണ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. രണ്ടാമത്തത് ഒരു പോയിന്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് പരിഗണിക്കാം. പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ് ആണ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഓഫ് ദി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.